بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالوا يا ويلنا هذا يوم الدين، هذا يوم الفصل الذي كنتم به تكذبون. احشروا الذين ظلموا وأزواجهم وما كانوا يعبدون من دون الله فاهدوهم إلى صراط الجحيم وقفوهم إنهم مسؤولون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയപ്പെട്ട സനാബിൽ ഗ്രൂപ്പിലെ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും സ്വർഗവും നേടിയെടുക്കുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിക്കണേ എന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ വസിയ്യത്ത് നൽകുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു അതിന് നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഗ്രൂപ്പിലുള്ള മുഴുവൻ ആളുകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അള്ളാഹു അവൻ്റെ സ്വർഗം വുജൂബാക്കുകയും നരകം ഹറാമാക്കുകയും ചെയ്യുമാറാവട്ടെ. ജീവിക്കുന്ന കാലം വരെ യഥാർത്ഥ ഇസ്സത്തുള്ള അഭിമാനമുള്ള മുസ്ലിമീങ്ങളായി ജീവിച്ച്, മുസ്ലിമീങ്ങളായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരണപ്പെട്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് ഈ ഖുർആൻ പഠനവും ആ പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കലും അതിനൊരു നിമിത്തമായി തീരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂറത്തു സ്വാഫാത്തിൽ ഇന്നലെ നാം പറഞ്ഞത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തുമായി തൗഹീദുമായി കടന്നു ചെന്നപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്. അത്തരം ആക്ഷേപങ്ങൾക്ക്, അള്ളാഹുവിൻ്റെ ആയത്തുകളെ പരിഹസിച്ചപ്പോൾ അവർക്ക് കൊടുത്ത മറുപടിയാണ് ഇന്നലെ നാം പറഞ്ഞത്. ആകാശഭൂമികളെയോ നക്ഷത്രങ്ങളെയോ അതൊന്നും സൃഷ്ടിക്കുക എന്നത് അള്ളാഹുവിന് വലിയ പ്രയാസമില്ല. കാരണം അതിനേക്കാളും പ്രയാസം ഇല്ലായ്മകളിൽ നിന്ന്, കളിമണ്ണിനാൽ ഒട്ടുന്ന കളിമണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ച നാഥന് ആകാശഭൂമികളെ നിങ്ങൾ ഈ പരിഹസിക്കുന്നതിനെ സൃഷ്ടിക്കാൻ ഒരു പ്രയാസവുമില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞത്, നബിയെ, ഇത്തരം ആയത്തുകളൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ അങ്ങ് ആശ്ചര്യപ്പെടുമ്പോഴും അവരങ്ങെ പരിഹസിക്കുകയാണ്. അവർക്ക് എത്ര ഉപദേശം നൽകിയാലും ആ ഉപദേശങ്ങളോ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചോ ആലോചിക്കാനുള്ള ബുദ്ധിയില്ലാത്തൊരു വിഭാഗമാണവർ. അവർ ആലോചിക്കുകയില്ല. ഏത് ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും അവർ പരിഹസിക്കുക മാത്രമാണ് ചെയ്യുക. ഇത് പ്രത്യക്ഷമായിരിക്കുന്ന സിഹർ മാത്രമാണ് എന്നവർ പറയും. മാത്രവുമല്ല, പരലോകത്തെ നിഷേധിക്കുന്നവരാണവർ, പുനരുദ്ധാനത്തെ നിഷേധിക്കുന്നവരാണവർ. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കളുമൊക്കെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ പിതാക്കളും ഞങ്ങളുടെ ശരീരം മണ്ണും എല്ലുമെല്ലാമായി തീർന്നതിന് ശേഷം വീണ്ടും ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ മുഹമ്മദ് നീ പറയുന്നത് എന്ന പരിഹാസം അവർക്കാണ് അള്ളാഹു മറുപടി കൊടുക്കാൻ പറഞ്ഞത്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ ഈ പറയുന്ന ഈ സംഭവം അതുണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ അന്ന് നിങ്ങൾ ഏറ്റവും വലിയ നിന്ദ്യരായിരിക്കും. ആ സംഭവം വെറും ഒരു അട്ടഹാസം, നിമിഷ നേരങ്ങളെ കൊണ്ടുള്ള ഒരു അട്ടഹാസം മാത്രമായിരിക്കും. അന്ന് നിങ്ങൾക്ക് മറ്റൊന്നും ചിന്തിക്കുവാനോ നന്മയിലേക്ക് കടന്നു വരാനോ കഴിയാത്ത വിധമുള്ള വെറും ഒരു സജ്റത്തും വാഹിദ, വെറും ഒരു അട്ടഹാസം, ഒരു ശബ്ദം മാത്രം. അതോടുകൂടെ എല്ലാം അവസാനിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നാൽ ഈ സംഭവം ഉണ്ടായാൽ, അന്ത്യനാളങ്ങ് സംഭവിച്ചു കഴിഞ്ഞാൽ, അതുവരെ നിഷേധിച്ചിട്ടുള്ള ജീവിതകാലത്ത് ഈ മരണാനന്തര ശേഷമുള്ള
ഇതിനെ നിഷേധിച്ച, പരലോകത്തെ നിഷേധിച്ച ധിക്കാരികൾ അന്ന് വിരൽ കടിക്കുമെന്നും അത് നേരിട്ടങ്ങ് കാണുമ്പോൾ അവരുടെ പ്രതികരണമാണ് തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുവരെ നിഷേധിച്ചു, പക്ഷേ അത് നേരിട്ട് കാണുമ്പോൾ, ആ അന്ത്യനാളിന്റെ ഭയാനകരമായ ആ അവസ്ഥകൾ നേരിട്ട് കാണുമ്പോൾ ശത്രുക്കൾക്കുണ്ടാകുന്ന അവസ്ഥയെ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നു, വിവരിക്കുന്നു. وقالوا يا ويلنا هذا يوم الدين. ആ അട്ടഹാസം, ആ വലിയ ശബ്ദം അങ്ങ് വന്നാൽ, സജറത്തും വാഹിദ വന്നാൽ, വഖാലു അവര് പറയും, ഖാലു അവര് പറയും, യാ വൈലനാ ഞങ്ങളുടെ നാശമേ, യാ വൈലനാ ഞങ്ങളുടെ നാശമേ, ഹാദാ ഇത് യൗമുദ്ദീൻ പ്രതിഫലത്തിന്റെ ദിവസമാണ്, പ്രതിഫല നടപടിയുടെ ദിവസമാണ്. ഈ ദുനിയാവിൽ നിന്ന് ചെയ്ത ഞങ്ങളന്ന് നിഷേധിച്ചിരുന്നു, നന്മകൾക്കും തിന്മകൾക്കും പ്രത്യേകമായിരിക്കുന്ന പ്രതിഫലങ്ങളോ അതിന് ശിക്ഷയോ ഉണ്ടാവുകയില്ല എന്നതായിരുന്നു ഞങ്ങളുടെ വാദം. പക്ഷേ ഹാദാ നേരിട്ട് കാണുമ്പോൾ അവർ പറയും, ഹാദാ ഇത് യൗമുദ്ദീൻ പ്രതിഫലത്തിന്റെ ദിവസമാണ്, ഇന്ന് പ്രതിഫലം നടപടിയുടെ ദിവസമാണ്. നന്മകൾക്ക് രക്ഷയും തിന്മകൾക്ക് ശിക്ഷയും ലഭിക്കുന്ന ദിവസമാണിത് എന്ന് വേദനയോടുകൂടെ ആ ശത്രുക്കൾ അവിടെ നിന്ന് പറയും. അപ്പോൾ അള്ളാഹുവിന്റെ മറുപടി തുടർന്ന് പറയുന്നു, ഹാദാ യൗമുൽ ഫസ്ലില്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ. പരിഹസിച്ച ആളുകൾ അത് നേരിട്ട് അനുഭവിക്കുമ്പോ, അതെ ഇത് ആ പ്രതിഫല നടപടിയുടെ ദിവസമാണ് എന്ന് അവർ പറയുന്നു. ആ സമയത്ത് റഹ്മാനായ റബ്ബ് അവർക്ക് കൊടുക്കുന്ന മറുപടി, അതെ ഹാദാ ഇത് ഇന്നത്തെ യൗമുൽ ഫസ്ല് തീരുമാനത്തിന്റെ ദിവസമാണ്. നിങ്ങൾ അന്ന് ദുനിയാവിൽ നിന്ന് ചെയ്തത് നന്മയാണെങ്കിൽ അതിന് കൃത്യമായിരിക്കുന്ന പ്രതിഫലമുണ്ട്. അവിടെ വെച്ചുകൊണ്ട് ദുനിയാവിൽ വെച്ച് നിങ്ങൾ തിന്മയാണ് ചെയ്തതെങ്കിൽ, ഹറാമ് കാണുകയും ചെയ്യുകയും കേൾക്കുകയും അത് ചെവി കൊടുക്കുകയും ആ തിന്മകൾക്ക് വേണ്ടി ഓശാന പാടുകയും ചെയ്താൽ കൃത്യമായ ശിക്ഷയുണ്ട്. മറിച്ച് നേരായ മാർഗത്തിലാണെന്ന് നിങ്ങൾ ജീവിച്ചതെങ്കിൽ, ഹാദാ യൗമുൽ ഫസ്ലി എല്ലാ കാര്യവും തീരുമാനിക്കുന്ന ദിവസമാണിന്ന്. എങ്ങനത്തെ ദിവസം? അല്ലദീ കുൻതും നിങ്ങളായിരുന്നില്ലേ, ബിഹി അതിനെ, ഈ ദിവസത്തിനെ, തുകദ്ദിബൂന വ്യാജമാക്കുകയായിരുന്നു. നിങ്ങൾ വ്യാജമാക്കിയിരുന്ന ദിവസമില്ലേ, ആ ദിവസം, ആ തീരുമാനത്തിന്റെ ദിവസം ഇതാണ്. ഹാദാ യൗമുൽ ഫസ്ലില്ലദീ കുൻതും ബിഹി തുകദ്ദിബൂൻ. ഇതാണ് നിങ്ങൾ വ്യാജമാക്കിക്കൊണ്ടിരുന്ന, നിങ്ങൾ കളവാക്കിയിരുന്ന അങ്ങനത്തെ ഒരു ദിവസമുണ്ടെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള പ്രവാചകന്മാർ നിങ്ങൾ വന്ന് പറഞ്ഞപ്പോ, അവർ നിങ്ങളെ ഉപദേശിച്ചപ്പോ, ആ ദിവസത്തിന് വേണ്ടി നല്ലത് ചെയ്യണേ എന്നാവശ്യപ്പെട്ടപ്പോ ആ പ്രവാചകന്മാരെ നിങ്ങൾ പരിഹസിച്ചു. അവർ സാഹിര്യങ്ങളാണ്, അവർ മാരണപ്പണിക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആക്ഷേപിച്ച, നിങ്ങൾ പരിഹസിച്ച, നിങ്ങൾ നിഷേധിച്ച ആ തീരുമാനത്തിന്റെ ദിവസമില്ലേ, ആ നിങ്ങൾ വ്യാജമാക്കിയ ആ തീരുമാനത്തിന്റെ ദിവസം ഇതാണ് എന്ന് ആ ശത്രുക്കളാകുന്ന ധിക്കാരികളായ അവിശ്വാസികളായ ആളുകൾക്ക് റഹ്മാനായ റബ്ബ് അവർക്ക് മറുപടി കൊടുക്കുന്നു 21-ാമത്തെ ആയത്തിലൂടെ. മാത്രവുമല്ല, ഭൗതികമായ ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാതെ കാണുന്നതിനെ മുഴുവനും നിഷേധിച്ചു, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു, അള്ളാഹുവിന്റെ കൽപ്പനകളെ നിഷേധിച്ചു, പരിഹസിച്ചു. പക്ഷെ അത് നേരിട്ട് കാണുമ്പോൾ നിഷേധിക്കാനുള്ള ധൈര്യം ഉണ്ടാവുകയില്ല. അത് നേരിട്ട് കാണുമ്പോൾ, അനുഭവിക്കുമ്പോൾ പറയും, ഇത് തന്നെയാണ് ആ പ്രതിഫല നടപടിയുടെ ദിവസം. അവർക്ക് മറുപടി കിട്ടുന്നു, അതെ നിങ്ങൾ അന്ന് കളവാക്കിയ, നിങ്ങൾ ഭൗതികമായ നൈമിഷികമായ ജീവിതത്തിൽ നിന്ന് കളവാക്കിയ ദിവസമില്ലേ പരലോകം, ആ ദിവസം തന്നെയാണിത്. ഇന്ന് തീരുമാനത്തിന്റെ ദിവസമാണ്. ഇന്ന് എന്താണോ ചെയ്തത് അതിന് മാത്രം പ്രതിഫലം കിട്ടുന്ന ദിവസമാണ്. ഒരാളെയും ആക്രമിക്കപ്പെടാത്ത ദിവസമാണ്. ഇനി യാതൊരു നന്മകളും ചെയ്യാൻ അവസരമില്ലാത്ത കൃത്യമായ തീരുമാനത്തിന്റെ ദിവസമാണ് എന്ന് അവർക്ക് മറുപടി കൊടുക്കുന്നതോടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളെ സംബന്ധിച്ച്, ആ അവിശ്വാസികളാകുന്ന പരിഹസിച്ച, ധിക്കരിച്ച, നിഷേധിച്ച ആ അവിശ്വാസികളെ സംബന്ധിച്ച് മലക്കുകളോടുള്ള ചില ഉത്തരവുകളാണ് 22-ാമത്തെ ആയത്തിൽ പറയുന്നത്. മലക്കുകളോടുള്ള ഉത്തരവ്, കൽപ്പന. നിങ്ങൾ ഒരുമിച്ച് കൂട്ടുവീൻ. മലക്കുകളോട് പറയും, നിങ്ങൾ ശേഖരിക്കുക, നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക.
അല്ലദീന ളലമൂ, അക്രമം ചെയ്ത ആളുകളെ, വിളിച്ചിട്ടും വിളി കേൾക്കാത്ത ആളുകളെ, പരിഹസിച്ച ആളുകളെ, അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചവരെ, ആ അവിശ്വാസികളാകുന്ന അക്രമികളാകുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടുക പോരാ, വഅസ്വാജഹും, അവരുടെ ഇണകളെയും, അക്രമിച്ചവരെയും അവരുടെ ഇണകളെയും ഒരുമിച്ച് കൂട്ടുക, വമാ കാനൂ യഅ്ബുദൂൻ, അവർ അക്രമം ചെയ്തവരാണ്, അതോടുകൂടെ അവരായിരുന്നു യഅ്ബുദൂന, ആരാധിക്കുന്നവർ ആയിരുന്നു. എന്തിനെ ആരാധിക്കുന്നവരായിരുന്നു? മിൻ ദൂനില്ലാഹി ഫഹ്ദൂഹും ഇലാ സിറാത്തിൽ ജഹീം, അല്ലാഹുവിന് പുറമെ വമാ കാനൂ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെയുള്ളവരെ ആരാധിച്ചവരായിരുന്നു അവർ. ഒന്ന്, അവർ അക്രമികളായിരുന്നു. രണ്ടാമത്തത് അള്ളാഹുവിന് പുറമെയുള്ളവരെ അവർ ആരാധിച്ചവരായിരുന്നു. അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ച് അവരോട് വിളിച്ചു തേടിയവരായിരുന്നു അവർ. അതുകൊണ്ട് അവരെ മുഴുവനും, ആ അക്രമികളായ ആളുകളെയും അവരുടെ ഇണകളെയും നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക എന്ന് മലക്കുകളോട് പറയും. പിന്നെയോ ഫഹ്ദൂഹും ഇലാ സിറാത്തിൽ ജഹീം, അവരെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഫഹദൂഹും, അവരെ നയിക്കുവീൻ, അവരെ നയിക്കുക, ഇലാ സിറാത്തിൽ ജഹീം, കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ പാതയിലേക്ക് അവരെ വഴി നടത്തുകയും ചെയ്യുക എന്നവരോട് പറയപ്പെടും. അപ്പം നാളെ പരലോകത്തുനിന്ന് നേരിട്ടങ്ങ് കാണുമ്പോൾ അതിനെ സത്യപ്പെടുത്തും. പക്ഷേ അവർക്ക് അവിടെ യാതൊരു രക്ഷയും ഉണ്ടാവുകയില്ല. മലക്കുകളോട് അവരെ ഒരുമിച്ച് കൂട്ടി അവരെ എല്ലാവരെയും പിടിച്ചുകൊണ്ടുവന്ന് അവരെയും അവരുടെ ഇണകളെയും, അക്രമികളും അതേ പ്രകാരം അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുകയും ചെയ്ത ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന് നരകത്തിന്റെ പാതയിലേക്ക് കൊണ്ടുപോകുവാൻ, നയിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ആജ്ഞാപിക്കും. മലക്കുകളോട് ഉത്തരവിടും എന്നതാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് 22-23 ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല ആ ഭയാനകരമായ ആ ശിക്ഷയിൽ നിന്ന്, അവസ്ഥയിൽ നിന്ന് നമ്മയൊക്കെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, മലക്കുകളോട് പറയും, നിങ്ങൾ ആക്രമികളാകുന്ന ആളുകളെയും അവരുടെ ഇണകളെയും ഒരുമിച്ച് കൂട്ടുക. അവരക്രമികളായിരുന്നു, അല്ലാഹു അല്ലാത്തവരെ ആരാധിച്ചവരായിരുന്നു. അതുകൊണ്ട് അവരെ ഒരുമിച്ച് കൂട്ടി നരകത്തിലേക്ക് നിങ്ങൾ നയിക്കുക, നരകത്തിലേക്ക് കൊണ്ടുപോയി വലിച്ചെറിയുക. വീണ്ടും അവരോട്, മലക്കുകളോട് അല്ലാഹു പറയാ, വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, അവരെ നിങ്ങൾ അവരെ നിർത്തുക, അവരെ നിർത്തുകയും ചെയ്യുവീൻ. ഇന്നഹും, തീർച്ചയായും അവർ, മസ്ഊലൂൻ, ചോദിക്കപ്പെടുന്നവർ തന്നെയാണ്. അവരെ കൃത്യമായി അവരെ നിർത്തുക. അവർ ദുനിയാവിൽ നിന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളും കൃത്യമായി അവരോട് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് അല്ലാഹു തആല മലക്കുകൾക്ക് ആജ്ഞ കൊടുക്കും, മലക്കുകൾക്ക് ഉത്തരവിടും മലക്കുകളോട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനെ ധിക്കരിച്ചാണ് ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, റബ്ബിനെ മറന്നാണ് ജീവിക്കുന്നതെങ്കിൽ, അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ മതിമറന്നുകൊണ്ട് അവന് നന്ദി ചെയ്യാത്ത, നന്ദികേട് കാണിക്കുന്നവരായിട്ടാണ് നമ്മൾ ദുനിയാവിൽ ജീവിക്കുന്നതെങ്കിൽ, അക്രമികളായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, അതേ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അത്തരം വിശ്വാസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നാളെ പരലോകത്ത് ഈ പറയപ്പെടുന്ന വിഭാഗത്തിൽ നമ്മളും ഉൾപ്പെടും എന്നല്ലേ അല്ലാഹു തആല പറയുന്നത്. പക്ഷേ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? ഉഹ്ശുറുൽ ലദീന ളലമൂ വ അസ്വാജഹും, ആക്രമികളായ ആളുകളെയും അവരുടെ ഇണകളെയും നിങ്ങൾ ഒരുമിച്ച് കൂട്ടുക എന്നതാണ്. സജ്ജനങ്ങളുടെ ഇണകൾ അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ സുഖിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു യാസീനിൽ നമ്മൾ പഠിച്ചില്ലേ? ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ. സ്വർഗത്തിന്റെ ആളുകളെ കുറിച്ച് സൂറത്ത് യാസീനിൽ പഠിച്ചപ്പോ അവിടെ അല്ലാഹു തആല പറഞ്ഞതെന്താ? ഹും, അവരും, വഅസ്വാജുഹും, അവരുടെ ഇണകളും നാളെ സ്വർഗത്തിൽ സുഖലോലുപതയിലായിരിക്കും, നല്ല മണിമെത്തയിൽ അവർ ചാരി ഇരിക്കുന്നവരായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലേ. സജ്ജനങ്ങളുടെ ഇണകൾ അവരോടൊപ്പം സ്വർഗത്തിൽ സുഖിക്കുമെന്ന് അവിടെ പറഞ്ഞതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നു, അവിശ്വാസികളുടെ ഇണകൾ ശിക്ഷയിൽ അവരോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് ഇവിടെ പ്രസ്താവിക്കുന്നു. അവിടെ സ്വർഗത്തിൽ മുഅ്മിനുകളോടൊപ്പം അവരുടെ ഇണകൾ ഉണ്ടാകും, ഇവിടെ നരകത്തിൽ അവിശ്വാസികളോടൊപ്പം അവരുടെ ഇണകളും ഉണ്ടായിരിക്കും. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത്, സൽക്കർമ്മികളായ ഇണകൾക്ക് മാത്രമേ സൽക്കർമ്മികളോടൊപ്പം സുഖിക്കാനുള്ള അവസരമുണ്ടാവുകയുള്ളൂ. ഒരാൾ ഭർത്താവ് വിശ്വാസിയാണ്,
അവന്റെ ഭാര്യ അവിശ്വാസിയാണ്, ഭർത്താവ് വിശ്വാസിയായി എന്നതുകൊണ്ട് ആ ഭർത്താവിനോടൊപ്പം അവരുടെ ഇണകൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയില്ല. അതേ പ്രകാരം നേരെ മറിച്ചും നരകത്തിലേക്ക് പോകുമ്പോൾ ആ നരകത്തിൽ അവിശ്വാസികളുണ്ടാവും. ആ അവിശ്വാസിയുടെ ഇണ സ്വർഗക്കാരിയാണ്, നല്ല പെണ്ണാണ്. നല്ല പെണ്ണാണെങ്കിലും അവരോടൊപ്പം പോകുമോ? പോവുകയില്ല. അപ്പൊ സൽക്കർമ്മികൾക്ക്, നല്ല ആളുകൾക്ക് മാത്രമേ നല്ല ഇണകളുമായി സ്വർഗത്തിൽ സുഖിക്കുവാനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ. ചീത്ത ഇണകൾക്ക് മാത്രമേ ചീത്ത ആളുകളോടൊപ്പം, അക്രമികളോടൊപ്പം ശിക്ഷ അനുഭവിക്കേണ്ട അവസ്ഥയും ദുർഭാഗ്യവും ഉണ്ടാവുകയുള്ളൂ എന്ന് കൃത്യമായി നാം ഇവിടെ സ്വർഗത്തിന്റെ ആളുകൾ ഭാര്യയായി, ഇണയായി എന്നതുകൊണ്ട് സ്വർഗത്തിലേക്ക് ഭർത്താവിനോടൊപ്പം, ഇണയോടൊപ്പം പോകാൻ കഴിയില്ല. എത്ര നല്ലത് ചെയ്താലും പിന്നെ അവരുടെ ആ നരകക്കാരുടെ ഭാര്യയായി എന്നതുകൊണ്ട് നരകത്തിലേക്ക് പോകേണ്ട അവസ്ഥയും ഉണ്ടാവുകയില്ല എന്ന് വളരെ കൃത്യമായി നാം അറിയുക. അതിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ധാരാളം തെളിവുകളുണ്ട് എന്നുകൂടെ നാം മനസ്സിലാക്കണം. അതോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തെ ആയത്തിൽ പറഞ്ഞത് എന്താ? വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. അവരെ നരകത്തിന്റെ പാതയിലേക്ക് നയിക്കണം, അവരെ കൃത്യമായി നിർത്തപ്പെടണം, അവരെ നിർത്തണം. വഖിഫൂഹും, നിശ്ചയമായും അവർ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് വല്ലാത്തൊരു വാചകമാണ്. ദുനിയാവിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അവസരങ്ങളെ കുറിച്ച് നാം കൃത്യമായി വിനിയോഗിച്ചിട്ടില്ലെങ്കിൽ നാളെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ കൃത്യമായി നാം വിചാരണ നേരിടേണ്ടി വരും എന്ന ഒരു താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നൽകുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്കൊക്കെ സുപരിചിതമായിരിക്കും. നാളെ പരലോകത്ത് നിന്ന് വെച്ച കാല് മുമ്പോട്ടൊന്നും എടുത്തു വെക്കാൻ കഴിയില്ല. പൂർണ്ണനഗ്നരായി കിടക്കുന്നവിടെ ആരെയും നോക്കാത്ത ദിവസം, സ്വന്തം മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാത്ത ദിവസം, കുഞ്ഞു മക്കളെ പോലും, മുലയുടെ കുടിക്കുന്ന പിഞ്ചു മക്കളെ മാറോട് ചേർത്ത് വെക്കേണ്ട സമയത്ത് പോലും അവരെ പോലും വിസ്മരിക്കുകയും മറക്കുകയും ചെയ്യുന്ന ആ ലോകത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മനുഷ്യരുടെ കാല് മുന്നോട്ടെടുത്ത് വെക്കണമെങ്കിൽ, ഒന്ന് ചലിപ്പിക്കണമെങ്കിൽ അവിടെ 4 കാര്യത്തിന് മറുപടി കൊടുക്കേണ്ടി വരും. 4 കാര്യത്തിന് മറുപടി കൊടുക്കേണ്ടി വരും. ഒരു 4 കാര്യത്തിന് മറുപടി ഏവനും നൽകാതെ പാടില്ല അന്നു ചലനം കാലിനും. നിനക്കുള്ള വയസ്സിന് എന്തിനായി നശിപ്പിച്ചടാ, പഠിച്ചിട്ട് അതുകൊണ്ടെന്തമൽ നീ ചെയ്തടാ. അതുപോലെ നിന്റെ ആരോഗ്യവും നീ എന്തിനായി നശിപ്പിച്ചു എന്നും പറയടാ നീ വ്യക്തമായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് ചോദിക്കും, എനിക്ക് ഞാൻ ആരോഗ്യം തന്നില്ലേ, യുവത്വം തന്നില്ലേ, പഠിക്കാനും അത് പകർത്താനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള അള്ളാഹുവിന്റെ മാർഗത്തിൽ പടച്ച റബ്ബിനെ ആരാധിക്കാനും അവരെ നന്ദി ചെയ്യാനുള്ള ആരോഗ്യവും തണ്ടും തടിയൊക്കെ നിനക്ക് ഞാൻ നൽകിയില്ലേ, അതെന്തിനു വേണ്ടി നീ ചിലവഴിച്ചു എന്ന് അല്ലാഹു തആല ചോദിക്കും. ആരോഗ്യം എന്തിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തിയത്? അതേ പ്രകാരം നിനക്ക് 70 വയസ്സ് വരെ ജീവിക്കാനുള്ള അവസരം തന്നില്ലേ? 70 വയസ്സ്, 60 വയസ്സ്, 100 വയസ്സ്, 40 വയസ്സ് ജീവിക്കാൻ ഒരുപാട് ആയുസ് നിനക്ക് നൽകിയില്ലേ? ആ ആയുസ്സൊക്കെ നീ എന്തിനു വേണ്ടിയാ ചിലവഴിച്ചത്? എനിക്ക് വേണ്ടി എത്ര സമയത്തെ നീ മാറ്റിവെച്ചു എന്ന് റഹ്മാനായ റബ്ബന്റെ പ്രിയപ്പെട്ടവരെ എന്നോട് നിങ്ങളോടൊക്കെ ചോദിക്കൂലേ? ദിവസം 24 മണിക്കൂറുണ്ട്. അള്ളാഹുവിന്റെ ഔദാര്യത്തോടുകൂടെ റഹ്മാനായ റബ്ബ് തരുന്നത് മാത്രം ശ്വസിച്ച്, അള്ളാഹു നൽകുന്നത് ഭക്ഷിച്ച്, അള്ളാഹു തരുന്നത് കുടിച്ച്, അവന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ഞാനും നിങ്ങളൊക്കെ ദുനിയാവിൽ ദിവസം 24 മണിക്കൂർ ജീവിക്കുന്നുണ്ട്. ആ 24 മണിക്കൂറിൽ റഹ്മാനായ റബ്ബിന് വേണ്ടി ഞാൻ അള്ളാഹുവേ നിനക്ക് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയാൻ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, എനിക്ക് നിങ്ങൾക്ക് എത്ര ദിവസം ഉണ്ടാകും, എത്ര സമയം ഉണ്ടാകും എനിക്ക് നിങ്ങൾക്കും? നാളെ ആ സമയത്തെക്കുറിച്ച് റഹ്മാനായ റബ്ബ് ചോദിക്കും, ഞാൻ നിനക്ക് നൽകിയ സമയം, ഞാൻ നിനക്ക് നൽകിയ മണിക്കൂറുകൾ, മിനിറ്റുകൾ, മാസങ്ങൾ, വർഷങ്ങൾ നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ അള്ളാഹ്ക്ക് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയാൻ നമുക്ക് എത്ര സമയമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. മൂന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ധനം എന്തിനു ചിലവഴിച്ചു? അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് അത് എങ്ങനെയാണ് ചെലവഴിച്ചതെന്നും അത് ഏത് മാർഗത്തിൽ ചെലവഴിച്ചു, വരവിന്റെ കണക്ക് ബോധിപ്പിക്കണം, അവിടെ ചിലവിന്റെ കണക്കും ബോധിപ്പിക്കണം. നമ്മുടെ കീശയിലേക്ക് വരുന്ന, നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന മുഴുവൻ സമ്പത്തിന്റെയും കണക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ബോധിപ്പിക്കണം. അത് ഹലാലാണോ ഹറാമാണോ കൃത്യമായി ബോധിപ്പിക്കണം. നമുക്ക് തന്നത് മുഴുവനും നമുക്ക് തോന്നിയതുപോലെ ചെലവഴിക്കാനുള്ള അവകാശം നമുക്കില്ല. അത് ആ ചെലവഴിച്ച മാർഗം അത് അനുവദനീയമാകണം, അല്ലാഹ് പൊരുത്തപ്പെടുന്ന മാർഗത്തിലാകണം. എങ്ങനെയാണ് ചെലവഴിച്ചതെന്നും വരവിന്റെ കണക്ക് ബോധിപ്പിക്കണം, ചെലവിന്റെ കണക്കും ബോധിപ്പിക്കണം. മൂന്നാമത്തത്, ധനം എന്തിനാണ് അന്ന് ചെലവഴിച്ചതും അത് ഏത് മാർഗമിലാണ് ചെലവ് നീ ചെയ്തതും. അതേ പ്രകാരം നാലാമത്തത്, പഠിച്ചിട്ട് അതുകൊണ്ട് എന്തമൽ നീ ചെയ്തു എന്നതാണ് നാലാമത്തെ ചോദ്യം.
സനാബിൽ എന്ന ഖുർആൻ പഠന പദ്ധതിയിലൂടെ, അതുപോലെ വിവിധങ്ങളായിരിക്കുന്ന സംരംഭങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിൽ, ഖുതുബകളിൽ, ക്ലാസുകളിൽ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച്, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ധർമ്മങ്ങളെക്കുറിച്ച്, അധർമ്മങ്ങളെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഒക്കെ കൃത്യമായി പഠിച്ചവരാണ്. ആ പഠിക്കുക എന്നതിനേക്കാളും പ്രധാനം അതുകൊണ്ട് എന്തമൽ ചെയ്തു എന്നതാണ്. ഓരോ ദിവസവും നാം കേൾക്കുന്ന ക്ലാസുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉത്ബോധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വല്ല മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? അതല്ല, വെറുതെ ഒരു കേൾവി മാത്രമാണോ? വല്ല മാറ്റങ്ങളും വല്ല പ്രവർത്തനങ്ങളും പഠിച്ചതനുസരിച്ചുകൊണ്ട് ഉണ്ടാകുന്നുണ്ടോ എന്ന കൃത്യമായ ചോദ്യം റഹ്മാനായ റബ്ബിന്റെ അരികിൽ ഉണ്ടാകുമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ കൃത്യമായ ബോധം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവുക, നാളെ പരലോകത്ത് ഈ പറയപ്പെട്ട വിഭാഗത്തിൽ എത്താതിരിക്കാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി, അവന്റെ ഇഷ്ടത്തിന് വേണ്ടി, തൗഹീദിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. കഴിവിന്റെ പരമാവധി ഇസ്ലാമിക ദഅവത്തുകൾ നമുക്ക് കഴിയാവുന്നതിനനുസരിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്കും മറ്റു സുഹൃത്തുക്കളിലേക്കും എത്തിച്ചു കൊടുക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി